എല്ലാ കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +2 SSLC വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന സുപ്രധാനമായ ഒരു വാർത്ത ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും റിസൾട്ടിന്റെ ഒരു ടെൻഷനിലായിരിക്കും. റിസൾട്ട് എപ്പോൾ വരും, വന്നാൽ തന്നെ എങ്ങനെയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ റിസൾട്ടിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം, ഗ്രേസ് മാർക്ക്. ഗ്രേസ് മാർക്ക് പലർക്കും പലതിന്റെ ഗ്രേസ് മാർക്ക് കിട്ടും. 2024 ഗ്രേസ് മാർക്കിന്റെ ആ ഒരു സ്ട്രക്ചർ വെച്ച് ഞങ്ങൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2025 ഗ്രേസ് മാർക്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. ഓൾറെഡി ഗ്രേസ് മാർക്ക് ഉണ്ട് എന്ന രീതിയിൽ ഒരു വിജ്ഞാപനം വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അതിൽ പരം സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്തെന്നാൽ, ചില ഇനങ്ങളിൽ 2024 അപേക്ഷിച്ച് ചില ഇനങ്ങളിൽ അവർ ഗ്രേസ് മാർക്കിൽ വർധന ഉണ്ടാക്കിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ 2024 ഇല്ലാത്ത ചില ഐറ്റങ്ങൾക്ക് ഇപ്പോൾ ഗ്രേസ് മാർക്ക് അഡീഷണൽ ആയി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിനെ പറ്റിയുള്ള വിശദമായ ഡീറ്റെയിൽസ്, ഏതൊക്കെ ഇനങ്ങളാണ്, എത്രയാണ് ഗ്രേസ് മാർക്കിലെ വർധനവ് പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഇതുപോലെ ഗ്രേസ് മാർക്കിനെ പറ്റി അന്വേഷിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഞങ്ങളുടെ ആ ഒരു ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള കൂടുതൽ നോട്ടിഫിക്കേഷൻസ് ഞങ്ങളുടെ ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. കാര്യത്തിലേക്ക് വന്നാൽ, ദേശീയ സ്കൂൾ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് 8ാം സ്ഥാനം വരെ നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഗ്രേസ് മാർക്ക് നൽകുന്നതായിരിക്കും. കഴിഞ്ഞ വർഷം വരെയും അത് 4ാം സ്ഥാനം വരെ മാത്രമായിരുന്നു. ഇപ്പോൾ 8ാം സ്ഥാനം വരെ നേടുന്ന SSLC +2 വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ സോഷ്യൽ സർവീസ് സ്കീം, ആ ഒരു പ്രോഗ്രാം നിങ്ങളുടെ സ്കൂളുകളിലുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആ ഒരു പ്രോഗ്രാമിനും ഇപ്പോൾ അഡീഷണൽ ആയി, കഴിഞ്ഞ വർഷത്തിൽ ഇല്ലായിരുന്നു, പക്ഷെ ഈ വർഷം മുതൽ സോഷ്യൽ സർവീസ് സ്കീമിനും ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ദേശീയ കായിക മത്സരത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, 1ാം സ്ഥാനം ലഭിക്കുന്ന വിദ്യാർത്ഥിക്ക് 50 മാർക്ക് തന്നെയായിരുന്നു 2024. അത് ഈ വർഷവും അങ്ങനെ തന്നെ തുടരും. എന്നാൽ 2ാം സ്ഥാനം കഴിഞ്ഞ വർഷം 40 മാർക്കായിരുന്നത് ഇക്കൊല്ലം 45 മാർക്കായിരിക്കും. 3ാം സ്ഥാനം കഴിഞ്ഞ വർഷം 35 മാർക്കായിരുന്നത് ഇപ്രാവശ്യം 40 മാർക്കും. അതുപോലെ തന്നെ പാർട്ടിസിപ്പേഷന് കഴിഞ്ഞ വർഷങ്ങളിൽ ലഭിച്ചിരുന്ന 25 മാർക്കായിരിക്കില്ല. ഇവർഷം മുതൽ നിങ്ങൾക്ക് 35 മാർക്ക് പാർട്ടിസിപ്പേഷനും ലഭിക്കും. അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ വിദ്യാഭ്യാസ വകുപ്പും സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച അസോസിയേഷനുകൾ നടത്തുന്ന മത്സരങ്ങൾക്കും യഥാക്രമം 20, 17, 14, 7 എന്നീ രീതികളിലായിരുന്നു ആദ്യത്തെ 4 സ്ഥാനക്കാർക്കുള്ള മാർക്ക് നേരത്തെ നൽകിയിരുന്നത്. എന്നാൽ അത് 20, 17, 14, 10 എന്നീ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് 4ാം സ്ഥാനക്കാർക്ക് 7 മാർക്കിൽ നിന്നും 10 മാർക്കിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ അവസാന 5 മുതൽ 8 വരെ സ്ഥാനം വരുന്ന വിദ്യാർത്ഥികൾക്ക് 8, 6, 4, 2 എന്നീ രീതിയിൽ ആദ്യത്തെ 8 സ്ഥാനക്കാർക്ക് ഈ ഒരു മത്സരങ്ങളിലെ ഗ്രേസ് മാർക്ക് ഉയർത്തി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മുതലും അത് 4 സ്ഥാനക്കാർക്ക് മാത്രം ഉണ്ടായിരുന്ന മാർക്കായിരുന്നു. ഇപ്പോഴത് ആദ്യത്തെ 8 സ്ഥാനക്കാർക്ക് ഉയർത്തി നൽകിയിട്ടുണ്ട്. ഇനി സോഷ്യൽ സർവീസ് സ്കീമിന്റെ കാര്യത്തിലേക്ക് വന്നാൽ, A ഗ്രേഡ് നേടുന്ന വിദ്യാർത്ഥിക്ക് 25ഉം B ഗ്രേഡ് 15ഉം C ഗ്രേഡ് 10ഉം എന്നീ രീതിയിലാണ് സോഷ്യൽ സർവീസ് സ്കീമിന് മാർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. മറ്റ് വിഭാഗങ്ങളിലെ മാർക്കെല്ലാം അതുപോലെ തന്നെ തുടരും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, SSLC +2 വിദ്യാർത്ഥികൾക്ക് 90% കൂടുതൽ മാർക്ക്, 90%മോ അതിൽ കൂടുതൽ മാർക്കോ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഗ്രേസ് മാർക്കിന് അർഹത ഉണ്ടായിട്ടില്ല. മെയിൻലി SSLC വിദ്യാർത്ഥികൾക്കാണ് 90% മേലെ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യേണ്ടി വരത്തില്ല. പക്ഷെ +2 വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കുവാനും അതുപോലെ തന്നെ A ഗ്രേഡിൽ നിന്നും A+ മാറുവാനും A+ ഉള്ള വിഷയങ്ങളിൽ അത് ഫുൾ മാർക്കാക്കി മാറ്റുവാനും ഈ ഒരു ഗ്രേസ് മാർക്ക് നിങ്ങളെ സഹായിക്കും. ഇതാണ് കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പുതുക്കിയ ഗ്രേസ് മാർക്കിന്റെ ഒരു സ്ഥിതി കണക്ക്. ബാക്കി NSS, SPC, JRC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തുടങ്ങിയവയുടെ എല്ലാം ഗ്രേസ് മാർക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയായിരിക്കും. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ മുമ്പത്തെ വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ പരിശോധിക്കുക. ഇതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു അപ്ഡേറ്റ്. ഇത്തരത്തിൽ വിദ്യാഭ്യാസ വകുപ്പിലെ എല്ലാവിധ വാർത്തകളും, മെയിൻലി SSLCക്ക് വരാൻ പോകുന്ന റിസൾട്ടിനെ സംബന്ധിച്ചും മറ്റു വിവരങ്ങളെ പറ്റിയും കീം, നീറ്റ് തുടങ്ങിയ എക്സാമുകളെ പറ്റിയുള്ള സകലമാന വാർത്തകളും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ഏറ്റവും ആദ്യം ഞങ്ങൾ എത്തിക്കുമെന്ന് ഉറപ്പ് നൽകുകയാണ്. അപ്പോൾ ഈ ചാനൽ ഇപ്പോഴും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുമെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം തുടരുക. മറ്റൊരു വീഡിയോയിൽ കാണാം.